ഈ സഹോദരന് ഗുഹ്യഭാഗത്തിൽ കുഷ്ഠം വന്നുകൊണ്ട് മലം കളയുവാൻ ഒന്ന് അമർത്തി മുക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. കാരണം അമിതമായി മുക്കിക്കഴിഞ്ഞാൽ മലദൂരം പൊടിഞ്ഞു പോകുന്ന മാരകമായ കുഷ്ഠരോഗത്തിന് അടിമയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കനിവിൻ്റെ കരുണയുടെ ഹൃദയങ്ങളെ, നിങ്ങളുടെ കരുണാ കടാക്ഷങ്ങൾ ഈ മനുഷ്യൻ്റെ മേലെ ചൊരിയും. പ്ലീസ്. ഇയാൾക്കൊരു അസുഖവും ഇല്ലാട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ആരും 10 പൈസ കൊടുക്കരുത്. ലിയാഖത്ത് അലിക്ക് ഇപ്പോൾ ആരും കാശ് കൊടുക്കുന്നില്ല, അതുകൊണ്ട് പരസ്യമായി ഭിക്ഷയാചിക്കുന്ന ചിത്രമാണിത്. ഇയാളെ എല്ലാവർക്കും മനസ്സിലാവും എന്ന് കരുതുന്നു. മനസ്സിലാവാത്തവർക്ക് പരിചയപ്പെടുത്താം. ഇത് ലിയാഖത്ത് അലി, കടുത്ത ഇസ്ലാമിക വിരോധൻ. ഇസ്ലാം മതവിശ്വാസത്തിൽ ജനിച്ചുകൊണ്ട് ഇസ്ലാമിക പിതാവിൻ്റെ രക്തത്തിൽ നിന്നും അടർന്നു വന്ന ഒരു ബിന്ദു. സ്വന്തം മാതാപിതാക്കളും സഹോദരങ്ങളും കടുത്ത ഇസ്ലാമിക മതവിശ്വാസികളായിട്ടും ഇയാൾ മാത്രം സ്വന്തം കുടുംബത്തെയും സഹോദരങ്ങളെയും മാതാപിതാക്കളെയും തള്ളിക്കൊണ്ട് ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് ഞണ്ണുന്നു. ഇസ്ലാം മതവിശ്വാസികളായ മാതാപിതാക്കൾ വെച്ചുകൊടുത്ത ഇസ്ലാം നാമമായ ലിയാഖത്ത് അലി എന്ന പേര് മാറ്റാതെ ഇസ്ലാം മതത്തെ കിട്ടിയതുപോലെ അറപ്പുളവാക്കുന്ന ഭാഷയിൽ സംസാരിക്കുന്ന ഒരു വിയർപ്പ് രോഗി. കാരണം ഇയാൾക്ക് വിയർപ്പിൻ്റെ അസുഖമുണ്ട്. വീട്ടിലിരുന്നു കൊണ്ട് ഇസ്ലാമിക നാമം സ്വന്തം ശരീരത്തിൽ പേറിക്കൊണ്ട് ഇസ്ലാമിക മതവിശ്വാസത്തെ ഇങ്ങനെ തള്ളിപ്പറഞ്ഞാൽ പണം കൊടുക്കാൻ ആളുണ്ട് എന്നറിഞ്ഞപ്പോൾ സൂത്രധാരനായ ഈ കുറുക്കൻ ആ ജോലി സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഇസ്ലാമിക വിശ്വാസത്തെ, ഇസ്ലാമിക മതത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇയാളുടെ ജോലി. ലിയാഖത്ത് അലി എന്ന ഈ മനുഷ്യൻ ജീവിക്കുവാൻ പണം വേണമെന്നും അതിനെ അധ്വാനിക്കണമെന്നും അറിഞ്ഞ നിമിഷത്തിൽ നെട്ടിപ്പോയി. തനിക്ക് വിയർപ്പിൻ്റെ അസുഖമുണ്ടല്ലോ, ഈ അസുഖം വെച്ച് ഞാൻ എങ്ങനെ അധ്വാനിക്കും എന്നുള്ള ആശങ്ക അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സദാസമയം അലട്ടിക്കൊണ്ടിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം സ്വന്തം വീട് വിട്ടിറങ്ങി. സ്വന്തം ജനനം ഹറാമായിട്ടാണ് എന്നറിഞ്ഞപ്പോൾ നെട്ടിപ്പോയി ലിയാഖത്ത് അലി. അങ്ങനെ വർദ്ധിച്ച ആ കോപത്തോടുകൂടി അവൻ നേരെ പോയത് അങ്ങാടിയിലേക്കാണ്. ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുന്ന ആ ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് സ്വന്തം ജനനം ഹറാമായിട്ടാണ് ജനിച്ചതെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അങ്ങാടിക്കൂട്ടങ്ങളിൽ ഇസ്ലാം മതവിശ്വാസത്തെ വെറുക്കുന്ന ചില ആളുകൾ കയ്യോടെ ഇവനെ പൊക്കി. പിന്നീട് അവനിക്ക് വിയർക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. കാരണം ഇസ്ലാം മത വിരോധികൾ ഇവന് ചെല്ലും ചെലവിനും കൊടുത്തുകൊണ്ട് ഇവൻ്റെ വായ കൊണ്ട് ഇസ്ലാം നാമം ഇവൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ആ നാമത്തിൽ ഇരുന്നു കൊണ്ട് ഇസ്ലാം മതത്തെ പരിഹസിക്കുന്നു. അങ്ങനെ കാലം കുറേ കടന്നുപോയി. എത്ര കാലമാണ് ഇവനിക്ക് ഈ ഇസ്ലാം വിരോധികൾ ചെല്ലും ചെലവിനും കൊടുക്കുക? ഇപ്പോൾ ഇവൻ്റെ അവസ്ഥ ഇതാണ്. കയ്യിൽ പാത്രം കൊണ്ട്, കരുണാമയരെ, നിങ്ങളുടെ കരുണ കടാക്ഷങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇവൻ പറയുന്നത്. നിങ്ങൾ ഇവന് വല്ല ഭിക്ഷയും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നേരിട്ടും അക്കൗണ്ടിലും ഇട്ടുകൊടുക്കാം.